ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഗ്യാൻ ഗപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇത് നമ്മളെ പുതിയ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ്. അപ്പം ഇവർക്ക് ഇന്ന് എന്താ പറയുക, നമുക്കൊരു പുതിയ കുറച്ചും കൂടി കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇടാനുണ്ട്. ഈ തള്ള കോഴി നോക്കിക്കോളും. അപ്പോൾ അത് എവിടുന്ന് എടുക്കേണ്ടതെന്ന് നോക്കിയാലോ ഒന്ന്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് കയറാം, നോക്കാം. അപ്പോൾ ഇത് നമ്മളെ ഇൻക്യുബേറ്റർ കേട്ടോ. അപ്പോൾ ഇൻക്യുബേറ്ററിൽ ഏകദേശം ഇന്ന് വിരിയാനുണ്ട്. എത്ര ആളുണ്ട് എന്നൊന്നും അറിയില്ല. ഏകദേശം നമുക്ക് 2, 4, 5, 7 കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 എണ്ണം കൂടി ഇറങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ മെഷീനിൽ വെച്ചുകൊണ്ട് നല്ല വിരിഞ്ഞ് അത്യാവശ്യം നല്ല ഉണങ്ങി സെറ്റായതിനു ശേഷം മാത്രമേ ഇതിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുള്ളൂ. അല്ലാതെ ഇതിന്ന് മാറ്റുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ വെക്കലാണ് പതിവ്. മറ്റേത് കുഞ്ഞുങ്ങൾക്ക് വേഗം എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വേഗം വരും. അപ്പോൾ അവിടെ നല്ല ചൂടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഏകദേശം നല്ല അത്യാവശ്യം ഇതിൽ നമുക്ക് വിരിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അതാ വിരിയാനുള്ള മുടകളുണ്ട്. ഒന്നിതവിടെ, ഒന്ന് അതിൻ്റെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേതെങ്കിലും മുട ഇനി കൊത്തി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതാ ഒരു മുടയും കൂടി കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 എണ്ണം ഇനിയും വിരിയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും അതിൻ്റെ ഒട്ടിയിൽ എന്താ നല്ല അടിപൊളി വെറൈറ്റി കുട്ടിയാ. ഒരാൾ തലമിൽ വെള്ളയ്ക്കുള്ള ഒരാൾ അവിടെ അവിടെ ഒരു മുട കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നാളത്തേക്ക്, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് വിരിയും കേട്ടോ. അല്ലോ, വിരിയാനുള്ളതൊക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കണം. അവർക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല നല്ല ചൂട് കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഈ സൈഡിലാണ് നമ്മൾ ഇതാക്കൽ. ഇത് നമ്മൾ സെമി ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ല, സെമി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 40 ചില്ലാൻ മുട്ടയാണ് പോവുക. നമ്മളത്രയൊന്നും വെക്കലില്ല. നമ്മൾ ഓരോ ബാച്ച് കണക്കാക്കിയിട്ടാണ് വെക്കൽ. നമ്മളെ കോഴിക്കൊക്കെ വെച്ച് കൊടുക്കാനുള്ള ബാച്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യൽ.